ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുറാക്കബയെ കുറിച്ചാണ്. നിങ്ങളുടെ ആങ്സൈറ്റി പ്രധാനമായിട്ടും കില്ല് ചെയ്യാൻ, ഒഴിവാക്കാനുള്ള ആൻഷ്യൻ്റ് പഴയ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് മുറാക്കബ എന്നുള്ളത്. ഇത് മെഡിറ്റേഷൻ്റെ ഒന്നും കൂടി ഡീപ്പർ ലെവൽ മെഡിറ്റേഷൻ നമുക്ക് പ്രദാനം ചെയ്യുന്ന, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ ബ്രെയിനിൽ 4 വേവുകളുണ്ട്. EEG എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആൽഫ, തീറ്റ, ബീറ്റ, ഗാമ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ തീറ്റ വേവ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ശേഷിയുള്ള ഒന്നാണ് മുറാക്കബ എന്നുള്ളത്. ഇതിൽ 4 സ്റ്റെപ്പാണ് പ്രധാനമായിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രീ സെഷൻസ് നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരാം. അതേപോലെ തന്നെ അതിൻ്റെ ലിങ്കുകളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ സെഷൻസ് പങ്കെടുക്കാം. മുറാക്കബയിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ മൈൻഡിൻ്റെ ഇന്നർ അകത്തുള്ള മനസ്സുണ്ട്. നമ്മൾ പുറത്ത് കാണുന്ന ആങ്സൈറ്റി അല്ല അകത്തുള്ളത്. അകത്തൊരു കാം മൈൻഡ് ഉണ്ട്. അതിൻ്റെ അകത്തും പേടികൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ നമ്മൾ എന്ന് ഡീല് ചെയ്യാൻ തുടങ്ങുന്നു അന്നേ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ നമുക്ക് ഹീല് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. മോഡേൺ സൈക്കോളജി പ്രധാനമായിട്ടും CBT ആയിരുന്നാലും കൗൺസിലിംഗ് ആയിരുന്നാലും ഒക്കെ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്, ലക്ഷ്യം വെക്കുന്നത്, അത് മാറ്റാൻ ശ്രമിക്കുന്നത് ഈ പുറത്തുള്ള സംഭവങ്ങളാണ്. അകത്തുള്ള സംഭവങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു 100-150 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പൂർവികർ ഇവിടെ ജീവിച്ചിരുന്ന സമയത്ത് ഈ രീതിയിൽ മാനസിക പ്രശ്നങ്ങൾ, ആങ്സൈറ്റി, ഡിപ്രഷൻ, ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും അവരെ ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അല്ലേ, ഇത്രയൊന്നും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് മുന്നിൽ ഒരുപാടും ബാക്കി മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കാവുന്ന ഒരുപാട് ട്രോമകൾ സമ്മാനിക്കാവുന്ന ഒരുപാട് സംഭവങ്ങൾ അവരുടെ ചുറ്റുമുണ്ടായിരുന്നു. യുദ്ധങ്ങളായിരുന്നു, പ്രശ്ന കലുഷിതമായിരുന്നു അവരുടെ ജീവിതം. എന്നിട്ടും അതിൻ്റെ മുന്നിൽ പതറാതെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കാൻ, വെയിലും ചൂടും അതേപോലെ തന്നെ മഴയത്തും മഞ്ഞത്തും ഒന്നും വാടാത്തൊരു മനക്കരുത്ത് അവർക്കുണ്ടായിരുന്നു. അവർ ഫോളോ ചെയ്തിരുന്നത് ഈ ഹോളിസ്റ്റിക് സൈക്കോളജി ആയിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മെഡിറ്റേഷൻ, ഡീപ്പ് കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ, മുറാക്കബ എന്നുള്ളത്. അതേപോലെ തന്നെയുള്ള മറ്റൊരു സംഭവമാണ് മൈൻഡ് ബോഡി കണക്ഷൻ എന്നുള്ളത്. നമ്മുടെ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാനസികപരമായിട്ട് മാത്രം കണ്ട് അത് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഒരിക്കലും നമുക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനിലേക്ക് എത്താൻ പറ്റില്ല. അങ്ങനെ എത്തണം എന്നുണ്ടെങ്കിൽ മൈൻഡ് ബോഡി കണക്ഷൻ നമ്മൾ പരിഗണിച്ചേ മതിയാവും. നമ്മുടെ ഈ ശരീരത്തിനകത്ത് തന്നെയാണ് നമ്മുടെ മനസ്സ് തന്നെയാണ് ശരീരം എന്നുള്ളത്. ആ ഒരു ഇൻ്റർ കണക്ഷൻ കൂടുതൽ ഊട്ടിയുറപ്പിക്കാനും, മനോജന്യമായിട്ടുള്ള അസുഖങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ കൊണ്ട് ശാരീരിക അസുഖങ്ങൾ വരും, അത് ഹീല് ചെയ്യാനുമാണ് ശരിക്കും ഈ ഹോളിസ്റ്റിക് സൈക്കോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഓരോ ദിവസവും വീഡിയോസായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു.